മട്ടന്നൂരിൽ UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി 742 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 60,000 വോട്ടിന് LDF ജയിച്ച മട്ടന്നൂരിൽ 742 വോട്ടുകൾക്ക് ചന്ദ്രൻ തില്ലങ്കേരി UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയാണ്. വലിയ വാർത്തയാണ്. 25,983 വോട്ട് ചന്ദ്രൻ തില്ലങ്കേരിയുടെ അക്കൗണ്ടിലുണ്ട്, കൈപ്പത്തിയിലുണ്ട്. മട്ടന്നൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു വോട്ട് ഏകീകരണം മലബാറിൽ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മലബാറിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിലുള്ള സീറ്റുകളിൽ ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി CPM-ന് ഇടതുപക്ഷത്തിനുണ്ടാകും. CPM-ന്റെ സപ്പോർട്ട് ബേസ് ഒലിച്ചുപോയി എന്ന് പറയേണ്ട ഒരു ആശ്ചര്യജനകമാണ്. മട്ടന്നൂരിൽ UDF ലീഡ് ചെയ്യുന്ന, ധർമ്മടത്ത് UDF ലീഡ് ചെയ്യുന്ന, പയ്യന്നൂരിൽ ഏത് നിമിഷവും UDF ലീഡ് ചെയ്യാവുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന 101 98 നമ്പർ അല്ല, മറിച്ച് CPM-ന്റെ പാർട്ടി കോട്ടകളിൽ സംഭവിച്ച ഈ വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. CPM-നുണ്ടായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സവിശേഷമാക്കുന്നത്, ശ്രദ്ധേയമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ ഇതുവരെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഇതുവരെയുള്ള പിന്നോട്ട് പോക്ക്, തിരിച്ചടി, പയ്യന്നൂർ മണ്ഡലം, തളിപ്പറമ്പ് മണ്ഡലം, അതുപോലെ തന്നെ മട്ടന്നൂർ മണ്ഡലം, ഈ മണ്ഡലങ്ങളിൽ CPM എങ്ങനെ പുറകോട്ട് പോകുന്നു, ഇടതുപക്ഷ വോട്ടുകൾ എങ്ങനെ ചോർന്നു പോകുന്നു എന്നുള്ളതാണ് CPM ഇടതുപക്ഷം വോട്ട് ധർമ്മടത്ത് എണ്ണിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 15 റൗണ്ടാണുള്ളത്, 5 റൗണ്ടാണ്, 3-1 വോട്ട് എണ്ണിക്കഴിഞ്ഞു. അപ്പോഴും 1090 വോട്ടിന് പിണറായി വിജയൻ പിന്നിലാണ്. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യാണ്. 27,869 വോട്ട് VP അബ്ദുൾ റഷീദിന്. പിണറായിക്ക് 26,779 വോട്ട്. 1090 വോട്ടിന്റെ കുറവ് BJPക്കുണ്ട്. കെ രഞ്ജിത്തിന്റെ പഴയ ജില്ലാ പ്രസിഡന്റ് 5,232 വോട്ട്. എന്താണ് അവിടെ നടക്കുന്നത്? ജനവിധിയാണ്. MLA-മാരുടെ ഒരു ജനപ്രീതിയിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷം പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു വന്നത്. പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് CPM-നേറ്റ് തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഫലങ്ങൾ. ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റിലേക്ക് പോന്നാൽ ലീഗ് 23 എല്ലാവരും വീഴുകയാണ്. VK സനോജ് പിന്നിലാണ്. VK സനോജ് മട്ടന്നൂർ കഴിഞ്ഞ തവണ കേരളത്തിൽ ചരിത്ര ഭൂരിപക്ഷം KK ശൈലജയ്ക്ക് കൊടുത്ത മണ്ഡലമാണ് മട്ടന്നൂർ. ആ ചരിത്ര ഭൂരിപക്ഷം കൊടുത്ത മട്ടന്നൂരിൽ 742 വോട്ടുകൾക്ക് സനോജ്. അല്ല, ഈ CPM-ന്റെ കാര്യം പറയുമ്പോൾ CPM-ന്റെ നേതാക്കളുടെ ധിക്കാരം, ധാർഷ്ട്യം, ഇതിനൊക്കെയുള്ള തിരിച്ചടി അല്ല, അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് എന്ന് വിലയിരുത്താം. പക്ഷേ അവിടെ പോലും VK സനോജിനെ പോലെ യുവ നേതൃനിരയിൽ സൗമ്യനായ, വളരെ നല്ല രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടുന്ന അങ്ങനെയുള്ള ഒരു നേതാവിന് പോലും മട്ടന്നൂർ പോലൊരു മണ്ഡലത്തിൽ ഇങ്ങനെ തിരിച്ചടി നേരിടുന്നുണ്ട് എങ്കിൽ ആ പോയിന്റ് പറയണമെന്ന് ഞാനും ആഗ്രഹിച്ചാണ്. VK സനോജ് സൗമ്യമുഖമാണ്, നന്നായി പെരുമാറുന്ന, നല്ല നിലയിൽ പെരുമാറുന്ന ചെറുപ്പക്കാരനാണ്. DYFയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നാളുകളിൽ നല്ല പദവികളിലേക്കൊക്കെ വന്നാൽ അത് ജനോപകാരപ്രദമാകും എന്നൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. VK സനോജ് എന്ന സൗമ്യ മുഖം, ഒരു എതിർപ്പും കണ്ണൂരിൽ പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതില്ലാത്തൊരു മുഖം, പാർട്ടിയിൽ ഏതെങ്കിലും ഗ്രൂപ്പിക്കേഷന്റെ ഭാഗമായി പ്രതിസന്ധി നേരിടേണ്ട സാഹചര്യം ഇല്ലാത്ത മുഖം, അവിടെയാണ് VK സനോജൊക്കെ ഇങ്ങനെ പിന്നോട്ട് പോകുക. അവസാനം ജയിക്കുമായിരിക്കും. പക്ഷേ ഈ രീതിയിൽ ഈ ഘട്ടത്തിലാണെങ്കിൽ പോലും തിരിച്ചടി നേരിടുന്നതാണ് CPM നേരിടുന്ന പ്രശ്നം. അപ്പോൾ ജനപ്രീതി, MLA-മാരുടെ ജനപ്രീതി സഹായകമായില്ല. ഈ VK സനോജിനെ പോലുള്ള MLA-മാർക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് പോലും അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് പോലും, ജനപ്രതിനിധിയല്ല അദ്ദേഹം, കാൻഡിഡേറ്റ് മാത്രമാണ്, അദ്ദേഹത്തിന് പോലും മുന്നേറാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല. അപ്പോ വ്യക്തികളെ ഒന്നും നോക്കുന്നില്ല. CPM-ന്റെ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിച്ച് തോൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ജനം മാറി എന്ന് വേണം. എന്താണ് കാരിക്കേച്ചർ